നമ്മോടൊപ്പം ഈ ഒരു വിഷയത്തിൽ പ്രതികരിക്കാൻ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ സജീവൻ കൂടെ ചേരുന്നുണ്ട്. സർ, അങ്ങനെ ഒടുവിൽ നാണം കെട്ട് പടിയിറങ്ങിയിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. പക്ഷേ ഇപ്പോഴും അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാകുന്നത് താൻ തെറ്റുകാരനല്ല, അടുത്ത സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട വാദങ്ങൾ മാത്രമാണ് പുറത്തു വരുന്നതെന്നാണ്. ന്യായീകരണങ്ങൾക്ക് ഒരു പരിധിയുമില്ല, പുഞ്ചിരിച്ച മുഖത്തോടുകൂടി തന്നെയാണ് ഇപ്പോഴും വന്ന് പ്രതികരിക്കുന്നത്. മാത്രമല്ല, ഇത് കോൺഗ്രസിനെ എത്രത്തോളം വെട്ടിലാക്കുന്ന കാര്യമാണെന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. വീണ്ടും വീണ്ടും ഇത് ആവർത്തിക്കുമ്പോൾ പാർട്ടി എങ്ങനെ ഇതിനെ പ്രതിരോധിക്കും? രാഹുലിന്റെ പ്രതികരണത്തില് ഒരു അത്ഭുതമില്ല. കാരണം സ്വാഭാവികമായിട്ടും അദ്ദേഹം ഒരിക്കലും അഡ്മിറ്റ് ചെയ്യില്ലല്ലോ. എപ്പോഴും താൻ തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള സ്വാഭാവികമായിട്ടും പറയുകയാണ് ചെയ്യുക. അതുകൊണ്ട് അതിൽ നമ്മൾ അത്ര അത്ഭുതപ്പെടേണ്ടതില്ല. പക്ഷെ ഇതിൽ താങ്കൾ പറഞ്ഞ പോലെ പാർട്ടി വീട്ടിലായിരിക്കുന്ന ഒരവസ്ഥയുണ്ട്. കൃത്യമായിട്ടും ആരോപണങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. ആ ആരോപണങ്ങളൊക്കെ പാർട്ടി വളരെ ശക്തമായിട്ട് പൊക്കിക്കൊണ്ടുവന്നുള്ള നേതാവാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. അങ്ങനെയുള്ള രണ്ട് നേതാവിനെതിരെ ഉയർന്നു വന്നുള്ള ആരോപണങ്ങൾ അത് പാർട്ടിക്ക് ന്യായീകരിക്കാൻ കഴിയുമോ എന്നുള്ള ചോദ്യമുണ്ട്. സ്വാഭാവികമായിട്ടും പാർട്ടി രാഹുലിനേക്കാൾ കൂടുതൽ നമുക്കറിയാം, എല്ലാവർക്കും അറിയാവുന്ന പോലെ രാഹുലിന് ഇത് വലിയ തിരിച്ചടിയാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതിനേക്കാൾ കൂടുതൽ ഇതിനെക്കുറിച്ച് പറഞ്ഞു നിൽക്കാൻ വലിയ ആരോപണങ്ങളൊക്കെ എതിർ വിഭാഗത്തിനെതിരെ പറഞ്ഞു വരുന്ന കോൺഗ്രസ് നേതാക്കന്മാര് അവരിതെങ്ങനെ ഇത്തരം കാര്യങ്ങൾ ന്യായീകരിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സാർ, ഈ നടപടിയെടുത്താലും ഇത്രനാൾ രാഹുലിനെ സംരക്ഷിച്ച എന്ന നിലയിൽ തന്നെ VD സതീശനൊക്കെ ഇപ്പോൾ തന്നെ കുറേയധികം പഴികൾ കേട്ട് കഴിഞ്ഞു. പക്ഷേ തെളിവുകൾ പുറത്തു വന്നതോടുകൂടി തന്നെ VD സതീശനും മറ്റൊരു രീതിയിലേക്കുള്ള ഒരു ടേൺ അടിക്കുന്നത് നമ്മൾ ഈ ഒരു വിഷയത്തിൽ കണ്ടു. ഒരു പാർട്ടിയിൽ അതിവേഗം വളർന്നു വന്ന ഒരു നേതാവാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. അദ്ദേഹത്തിന്റെ ഒരു വീഴ്ച വലിയൊരു ക്ഷീണം തന്നെയായിരിക്കും പാർട്ടിക്ക് ഉണ്ടാക്കുക. മാത്രമല്ല, യൂത്ത് കോൺഗ്രസ് അടക്കം വിവിധ തലങ്ങളിൽ വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ പല കാര്യങ്ങളിൽ ഉയർത്തുകയും ആക്ഷേപങ്ങൾ ഉന്നയിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ രാഹുലിനെതിരായുള്ളൊരു നടപടി അത് കൂടുതൽ കടുപ്പിക്കേണ്ട ഒരു സാഹചര്യം അല്ലെങ്കിൽ ഒരു സമ്മർദ്ദം പാർട്ടിക്ക് മുന്നിൽ ഉണ്ടാവുകയാണ്. മാത്രമല്ല, ഈ ഒരു അടുത്ത മാസം കൂടാനിരിക്കുന്ന നിയമസഭാ സമ്മേളനത്തിൽ പ്രതിരോധം തീർക്കാൻ തീർച്ചയായും ഒരു കോൺഗ്രസ് അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന് ഏറെ വിയർക്കേണ്ടി വരുമെന്നും ഉറപ്പല്ലേ? തീർച്ചയായിട്ടും സംശയമില്ല. കാരണം രാഹുൽ മാങ്കൂട്ടത്തില് വളരെ അഗ്രസീവായിട്ടാണ് അദ്ദേഹം പ്രതികരിക്കാറുള്ളത്. എതിർ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ, എതിർ പാർട്ടിയിൽപ്പെട്ട ആളുകളെ അദ്ദേഹം വളരെ കടുത്ത ഭാഷയിലാണ്, മുഖ്യമന്ത്രിയൊക്കെ ഏറ്റവും കൂടുതൽ രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുന്ന ഒരു യുവ നേതാവാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിനെതിരെ കിട്ടുന്ന ഒരു ആയുധം അത് വെറുതെ വിടാൻ ഒരിക്കലും LDF പ്രത്യേകിച്ച് CPM തയ്യാറാവില്ല. അത് വളരെ ഈ നിയമസഭാ സമ്മേളനത്തിലൊക്കെ അവർ വളരെ കൃത്യമായിട്ടും അത് ആയുധമാക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം ഇത് വളരെ കുറഞ്ഞ രീതിയിലുള്ള ആരോപണങ്ങളൊന്നും അല്ലല്ലോ, വളരെ കടുത്ത രൂപത്തിലുള്ള ആരോപണങ്ങളാണ്. ഒരു പ്രശ്നം എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന നേതാവ് മറ്റുള്ള യുവ നേതാക്കന്മാരിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് വളരെ പെട്ടെന്ന് ഉയർന്നു വന്നിട്ടുള്ള ഒരാളാണ്. അദ്ദേഹത്തിന് വലിയ പിന്തുണ ഗോഡ് ഫാദർമാർ ധാരാളം ഉണ്ടായിരുന്നു. ആ ഒരു പിന്തുണയുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന്റെ ഒക്കെ പാലക്കാട് സ്ഥാനാർത്ഥിയാക്കിയത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്കറിയാവുന്ന പോലെ അതൊക്കെ ഒരു പ്രത്യേകമായ താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു. അവർക്കൊക്കെയാണ് ഇപ്പൊ ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ അപ്പൊ ന്യായീകരിക്കാൻ എളുപ്പമല്ലാത്ത രൂപത്തിൽ വിയർക്കേണ്ടി വരിക. സാർ, ഒരു കാര്യം കൂടെ നമുക്കറിയാം, നേരത്തെ സാർ സൂചിപ്പിച്ച പോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ BJP അല്ലെങ്കിൽ CPM ഇതിനു മുമ്പും കുറേയധികം ആരോപണങ്ങൾ അല്ലെങ്കിൽ നിരവധി തവണ ആരോപണങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇപ്പോഴാണ് അത് കൃത്യമായ ലക്ഷ്യത്തിൽ കൊള്ളുന്നത്. ആ ഒരു ശരങ്ങൾ അത് കോൺഗ്രസിനെ തന്നെ പിടിച്ചുകുലക്കുന്ന ഒന്ന് തന്നെയാണ്. ഭാവിയിലെ കാര്യങ്ങളിലേക്ക് പോലും, തെരഞ്ഞെടുപ്പിനെ പോലും അത് വലിയ തരത്തിൽ ബാധിക്കും. ഇപ്പോൾ ഈ ഒരു അധ്യക്ഷ സ്ഥാനം, യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം മാത്രമാണ് രാജിവെച്ചിരിക്കുന്നത്. MLA സ്ഥാനം ഒഴിയുമോ എന്നുള്ളൊരു ആകാംക്ഷ കൂടെ ഈ ഒരു വിഷയത്തിൽ നിലനിൽക്കുന്നുണ്ട്. അതിന് സാധ്യതയുണ്ടോ? നിയമപരമായിട്ട് MLA സ്ഥാനം ഇപ്പോൾ ഒഴിയണമെന്നില്ല. കാരണം ആരോപണത്തിന്റെ അടിസ്ഥാനത്തിൽ MLA സ്ഥാനം ഒഴിയണമെന്നില്ല. പക്ഷേ അതിന്റെ ബാക്കിയുള്ള ഇനി അങ്ങോട്ട് മുന്നോട്ടേക്ക് നീങ്ങുമ്പോൾ സ്വാഭാവികമായിട്ട് അത് MLA സ്ഥാനത്തെ കൂടി ബാധിക്കുന്ന കാര്യമാണ്. MLA സ്ഥാനം രാജിവെക്കുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അടുത്ത ഒരു തെരഞ്ഞെടുപ്പ് വരികയാണെങ്കിൽ, ഇതിനിടയിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാവുകയാണെങ്കിൽ അവിടെ എന്ത് പറഞ്ഞിട്ട് കോൺഗ്രസിന് പ്രവർത്തിക്കാൻ പറ്റും എന്നുള്ള ചോദ്യമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു MLA സ്ഥാനം നഷ്ടപ്പെടുത്തുന്ന ഒരവസ്ഥയിലേക്ക്, ഒരു സീറ്റ് തങ്ങൾക്ക് നഷ്ടപ്പെടുത്തുന്ന രൂപത്തിലേക്ക് ഏതായാലും തൽക്കാലം അവർ പോവാൻ സാധ്യതയില്ല. ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ നിയമപരമായിട്ട് അദ്ദേഹം MLA സ്ഥാനം രാജിവെക്കേണ്ട കാര്യമില്ല. തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ്. പാർട്ടി സ്ഥാനത്തിൽ നിന്ന് അദ്ദേഹം
മാറുന്നത് സ്വാഭാവികമായിട്ട്. ഇല്ലെങ്കിൽ ആ പാർട്ടിക്കകത്ത് വളരെ കർക്കശമായിട്ടുള്ള പ്രതികരണം ഉണ്ടാവുന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെടെയുള്ള വിഭാഗത്തിനെതിരെയുള്ള നിലപാട് എടുത്തിട്ടുള്ള കുറെ പേര് യൂത്ത് കോൺഗ്രസിനകത്തുണ്ട്, കോൺഗ്രസിനകത്തുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും അവരുടെ പ്രതികരണം പരസ്യമായിട്ട് വരുന്നത് തടയാൻ കൂടിയാണ് ഇപ്പോൾ ആ പാർട്ടി സ്ഥാനം രാജിവെച്ചിട്ടുള്ളത്. സർ, ഒരു കാര്യം കൂടെ, നിലവിലെ ഒരു സ്ഥിതിയിൽ നമുക്കറിയാം അദ്ദേഹത്തിന്റെ ഒരു രാജി നാണം കെട്ട് സ്ഥാനം ഒഴിയുകയാണ്. അപ്പോൾ പാർട്ടിയെ ഇത് വലിയ തരത്തിൽ തന്നെയാണ് ക്ഷീണം ഏൽപ്പിച്ചിരിക്കുന്നത്. സമൂഹ മാധ്യമങ്ങളിലടക്കം വലിയ തരത്തിലുള്ള ആരോപണങ്ങൾ, ശക്തമായ തെളിവുകൾ പ്രചരിച്ച് തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഭാവിയിലെ അല്ലെങ്കിൽ ഇപ്പോഴുള്ള യൂത്ത് കോൺഗ്രസിന്റെ ഇടയിലെ അംഗങ്ങൾക്കിടയിൽ തന്നെ ഇപ്പോൾ തന്നെ കുറേയധികം വാദങ്ങളും ചേരിപ്പോരുകളും നടക്കുകയാണ്. അതൊക്കെ പ്രഥമദൃഷ്ട്യാ നമ്മൾക്ക് കാണാൻ സാധിക്കുകയാണ്. എത്രത്തോളം മേക്കപ്പ് ചെയ്ത നേതാക്കൾ പുറത്തിറങ്ങിയാലും അവർക്കുള്ളിലെ ആ ഒരു മുഖം അത് തിരിച്ചറിയാൻ ജനങ്ങൾക്ക് പറ്റുന്ന ഒരു അവസരം തന്നെയാണ്. ഇപ്പോൾ അവരത് മുതലെടുക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിലൊക്കെ നീതി, ന്യായം എന്നിവയ്ക്ക് വേണ്ടി കാത്തിരിപ്പ് നടത്തേണ്ടി വരും. കേസുകളുമായി ബന്ധപ്പെട്ട മുന്നോട്ട് പോകുമ്പോൾ പലപ്പോഴും സാധാരണക്കാർ ചെയ്യുന്നത് പോലെ അല്ലെങ്കിൽ സാധാരണ കേസുകളെ പോലെ തന്നെ ഒതുങ്ങിപ്പോകാനുള്ള ഒരു സാധ്യത ഇതിൽ നിലനിൽക്കുന്നുണ്ടോ? കേസിന്റെ കാര്യത്തിൽ നിന്നുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രം വരുന്ന കാര്യമാണ്. കാരണം ഒരു പരാതി എന്ന രീതിയിൽ വെച്ചുകൊണ്ട് മാത്രം അത് കേസ് വിജയിക്കണമെന്നില്ല. അതിന് വേണ്ട തെളിവുകൾ അത് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. ഇതുമായി ബന്ധപ്പെട്ട് കോടതിക്ക് മുമ്പാകെ എത്തുന്ന തെളിവുകൾ എന്തെല്ലാമാണ്. കോടതി അത് മാത്രമേ നോക്കുകയുള്ളൂ. രാഹുൽ മാങ്കൂട്ടത്തിലാണോ മറ്റാരെങ്കിലും ആണോ പരാതിക്കാരനെ കുറിച്ചോ അല്ലെങ്കിൽ ആരോപണ വിധേയനെ കുറിച്ചോ ഒന്നും ഒരിക്കലും കോടതി നോക്കില്ല. അവരുടെ സ്വഭാവത്തെ കുറിച്ച് നോക്കില്ല. ഈ ആരോപിക്കപ്പെടുന്ന വസ്തുതയിൽ ആരോപിക്കപ്പെടുന്ന കാര്യത്തിൽ വസ്തുതയുണ്ടോ ഇല്ലയോ എന്നതാണ് കോടതി നോക്കുക. വസ്തുത കണ്ടെത്തണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ട തെളിവുകളും പിന്നെ മൊഴികളും ഒക്കെ ആവശ്യമാണ്, സാക്ഷിമൊഴികൾ ആവശ്യമാണ്. അത്തരം കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അതൊരു തീർപ്പുണ്ടാവുക. അത് നമ്മളിപ്പോ പറയുന്നതിൽ കാര്യമില്ല. കാരണം ഇനിയാണ് ഇതുമായി ബന്ധപ്പെട്ട് വരേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്. നീതിപീഠത്തിന് മുമ്പാകെ ഇത്തരം കാര്യങ്ങൾ എത്തുമ്പോൾ അവിടെ എന്തെല്ലാം വരും. ഇപ്പൊ നേരത്തെ മൊഴി കൊടുത്ത ഒരാള് കാലുമാറാൻ സാക്ഷി മൊഴി മാറ്റി പറയാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ അങ്ങനെ പല കാര്യങ്ങൾ നമ്മളെ പല കേസിലും കാണാറുള്ളതാണ്. ഇതിന്റെ ഭാവി, ഈ കേസിന്റെ ഭാവി എന്താകും എന്നുള്ള കാര്യം ഇത് കോടതിയുടെ മുമ്പാകെ എത്തുമ്പോൾ അവിടെ എത്തുന്ന തെളിവുകളുടെയും സാക്ഷിമൊഴികളുടെ ഒക്കെ അടിസ്ഥാനത്തിൽ മാത്രമാണ് നമുക്ക് പറയാൻ പറ്റുക. വളരെയധികം നന്ദി സർ ഈ അവസരത്തിൽ പ്രതികരിച്ചില്ല. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.